ഷഹീദാകുമ്പോൾ അലി ഖാംനെയി ഷഹീദാകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പരാജയമായിട്ട് തോന്നിയിട്ടില്ലേ? ഇല്ലേ? ഉണ്ട്. എന്നാൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിജയമാണ്. എന്തുകൊണ്ട്? അത് ചോദിച്ചു വാങ്ങിച്ചതാണ്, അത് ആഗ്രഹിച്ചു വാങ്ങിച്ചതാണ്. അതെവിടെ നിന്ന് കിട്ടി? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്. എന്താ ഉമറിനെ സംബന്ധിച്ച് ഉമറിന്റെ ഭരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയത്? മദീന പൂർണ്ണ സുരക്ഷിതം, അക്രമിയായ ഒരു ഈച്ച പോലും അങ്ങോട്ട് പറന്നു വരില്ല, ഒരു ബോംബർ വിമാനം കടന്നു വരാത്ത അത്രയും സുരക്ഷിതം. ഇറാന്റെ ഇന്ന് വ്യോമാതിർത്തി അങ്ങനെയൊന്നല്ലല്ലോ. ഒറ്റുകാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചാരന്മാരും മുനാഫിക്കുകളെ കൊണ്ടും ചുറ്റുഭാഗത്തും സ്വന്തം സൈന്യാധിപത്യത്തിൽ വരെ ഉണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലേക്ക് എല്ലാ പോയിന്റുകളും കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ആളുകളുണ്ട് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകുന്ന വിധത്തിൽ കൊട്ടാര അരമനകളിൽ പോലും ചാരന്മാരുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തില് കൃത്യമായ പോയിന്റുകൾ പറഞ്ഞു കൊടുത്ത് അവിടെ ലക്ഷ്യമാക്കി വധിച്ചു കളയുന്ന ഓപ്പറേഷൻസുകളാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെയായിരുന്നില്ല മദീന പൂർണ്ണമായ സുരക്ഷിതമാണ്. അവിടെ ഒറ്റുകാരില്ല, അവിടെ ശത്രുവിന് കടന്നു വരാൻ പറ്റൂല. അങ്ങനെയുള്ള മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ ഏറ്റവും സുരക്ഷിതനായ, ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെ വെല്ലുവിളിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ എന്നെ ഷഹീദാക്കി മരിപ്പിക്കണമേ. പറയുന്നത് മറ്റാരുമല്ല, പ്രിയപ്പെട്ട മകൾ ഹഫ്സ പറയുകയാണ് റളിയല്ലാഹു അൻഹ, പുണ്യ നബിയുടെ പ്രിയപത്നി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപുത്രി ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അതുപോലെ ഭൃത്യൻ അനസർ അസ്ലം പറയുകയാണ്. എന്താ പറയുന്നത്? ഇദ്ദേഹം ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ കൊല്ലപ്പെടണം, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ഷഹീദാകണം, അല്ലാഹുവേ അത് നബിയുടെ നാട്ടിൽ വെച്ചുകൊണ്ടാകണം, വിശുദ്ധമായ ഹറമിൽ വെച്ചുകൊണ്ടായിരിക്കണം, മദീനയിൽ വെച്ചുകൊണ്ടായിരിക്കണം. ഹഫ്സ റളിയല്ലാഹു അൻഹ പറയാണ്, നിരന്തരമായി ദുആ കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അല്ല വാപ്പ ഇതെങ്ങനെ സംഭവിക്കാന്ന് ചോദിച്ചു. എന്ത് ഷഹീദാകണം? അത് നടക്കും, അതെവിടെയെങ്കിലും യുദ്ധത്തിലോ അല്ലെങ്കിൽ അക്രമികളാലോ കൊല്ലപ്പെടാം. പക്ഷേ നബിയുടെ നാട്ടിൽ വെച്ചായിരിക്കണം, അവിടെ ഹറമിൽ വെച്ചുകൊണ്ടായിരിക്കണം. അതെങ്ങനെ നടക്കുക? കാരണം ഹറം സുരക്ഷിതമാണ്, അവിടെ യുദ്ധമില്ല, അവിടെ അക്രമികളില്ല, അവിടെ അടിയില്ല, പിടിയില്ല, ഒന്നുമില്ല. അത്രയ്ക്കും സുരക്ഷിതം, അമ്ന്, നിർഭയത്വം. ഇതെങ്ങനെ നടക്കും? അപ്പോൾ ഉമർ എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിനെ കഴിവുണ്ട്, അള്ളാഹു എനിക്കത് തരും ഹഫ്സ, എന്റെ ഉത്കടമായ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരും ഹഫ്സ എന്നാ പറഞ്ഞത്. സംഭവിച്ചില്ലേ? ഒരു സാധ്യതയുമില്ലാത്തയിടത്ത് ഒരു മജൂസി അബൂ ലഹബ് വന്ന്, അതും ഏറ്റവും സുരക്ഷിതമായ സ്ഥലം, സേഫ് എന്ന് പറഞ്ഞല്ല, സേഫ് ഏറ്റവും സുരക്ഷിതമായ മിഹ്റാബ് മസ്ജിദുൻ നബവി, ഹറമല്ല, ഹറമിലെ മസ്ജിദുൻ നബവിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം എവിടെ? മിഹ്റാബ്. എല്ലാവരും ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് നമസ്കരിക്കണത്, എല്ലാവരും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നോക്കിയിട്ടാ സുബഹി നമസ്കരിക്കണത്. അവിടെയാണ് അബൂ ലഹബ് എന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി ഒരാളെ കൊണ്ട്, ഏറ്റവും നീചനായ ഒരുത്തനെ കൊണ്ട്, നല്ല ആൾക്കാരെ കൊല്ലിപ്പിക്കല് ഏറ്റവും നല്ല നീചന്മാരെ കൊണ്ടാണ്, ഏറ്റവും വൃത്തികെട്ടവന്മാരെ കൊണ്ടാണ്. അതുകൊണ്ട് നെതന്യാഹുവിനെ കൊണ്ടും ഡൊണാൾഡ് ട്രംപിനെ കൊണ്ടും തന്നെയാണ് രക്തസാക്ഷികളെ അല്ലാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്ക. അബൂ ലഹബ് ഏറ്റവും മോശക്കാരനായിരുന്നു. ആ ഏറ്റവും മോശക്കാരനായ ആള് വിഷത്തിലൂട്ടിയ കഠാര നേരത്തെ ഒരുക്കി വെച്ചത് കൊണ്ടുവന്നു, ഫാത്തിഹ ഓതി കഴിയുന്നേയുള്ളൂ, അപ്പോഴേക്ക് തോളത്തും കഴുത്തിലും നെഞ്ചിലും ആഞ്ഞു കുത്തി. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ശാന്തനായിട്ട് അവിടെ വീണു. ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ മസ്ജിദുൻ നബവിയിലെ മിഹ്റാബിൽ വെച്ചുകൊണ്ടുള്ള ഷഹാദത്ത. ഇത് അപ്രതീക്ഷിതമായി സംഭവിച്ചാണോ? അല്ല, ഇത് ചോദിച്ചു വാങ്ങിച്ചതാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കണമെന്ന് ലോകത്തിന്റെ ഖലീഫ തീരുമാനിക്കുകയാണ്. 630കളിലും 40കളിലും ലോകത്തിന്റെ ഖലീഫയാരാണ്? അത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. ആ ലോകത്തിന്റെ ഖലീഫ തീരുമാനിക്കുകയാണ്, ആ ഷഹാദത്ത് ഈ മിഹ്റാബിൽ വെച്ചുകൊണ്ട് എനിക്ക് കിട്ടണം, ശത്രുവിന്റെ കരങ്ങളാൽ ഞാൻ കൊല്ലപ്പെടണം, ഞാൻ രക്തം വാർന്നൊലിച്ചു മരിക്കണം എന്ന് തീരുമാനിക്കുകയാണ്. അതിനുവേണ്ടി തേടുകയാണ്. തേട്ടം നമ്മൾ തേടുന്നമാരുള്ള തേട്ടല്ല, കരഞ്ഞു തേടുകയാണ്. അത് അള്ളാഹു കൊടുത്തു. അതുകൊണ്ട് ഷഹാദത്ത് പരാജയമല്ല, ഷഹാദത്ത് വിജയമാണ്.
ഷഹാദത്തെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയമാണ്. ഉമ്മത്തിന് പ്രത്യക്ഷത്തിൽ കാരണം ഏറ്റവും വലിയ ഒരു ഭരണാധികാരി നഷ്ടപ്പെടുകയല്ലേ. ഉമ്മറിനെ പോലെയുള്ള ഭരണാധികാരിയെ പിന്നെ ലോകം കണ്ടിട്ടുണ്ടോ? വലിയ നഷ്ടല്ലേ? ആ നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. ഇഹലോകത്തെ നിസ്സാരമായി കാണുകയും പരലോകത്തെ വലുതായിട്ട് കാണുകയും ചെയ്യുന്നവർക്ക് നഷ്ടങ്ങളൊന്നും നഷ്ടമല്ല. നമ്മുടെ വീക്ഷണങ്ങളിൽ വന്ന വ്യത്യാസമാണ്, നമ്മുടെ നോട്ടം, നമ്മുടെ പഠനം, നമ്മുടെ ചിന്താഗതിയിൽ വന്ന വൈകല്യങ്ങളാണ്. അതുകൊണ്ട് ഷഹാദത്ത് എപ്പോഴും വിജയമാണ്. ഭൗതികമായ അർത്ഥത്തിലുള്ള വിജയങ്ങളും അത് മാറി മറിഞ്ഞു വരാം. പക്ഷെ ഇത് മാറി മറിയരുത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് എന്നുള്ള ആ വിജയം ഉണ്ടല്ലോ, അത് മാറി മറിയരുത്. അത് മാറി മറിഞ്ഞു വരാൻ പാടില്ല. അതെന്നും വിജയം തന്നെയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ നന്നലെ നില മനസ്സിലാക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ മറ്റൊന്ന് വിജയത്തിന്റെ സഹായം ഉണ്ടാകണം. സഹായത്തിന് ഐക്യം അനിവാര്യമാണ്. ഐക്യമില്ലെങ്കിൽ സഹായം കിട്ടൂല. പരിശുദ്ധ ഖുർആൻ സൂറത്തു സഫ്, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുൻയാനും മർസൂസ്. ഭദ്രമായി ഒരു കോട്ട പോലെ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടുന്നവർക്കാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുക എന്നുള്ളതാണ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുമെന്നുള്ളതാണ്. ഐക്യം നഷ്ടപ്പെട്ടു, എല്ലായിടത്തും നഷ്ടപ്പെട്ടു. ഇറാനിലത് തീരെയില്ല. പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തും തീരെയില്ല. മുസ്ലിം രാജ്യങ്ങൾ തമ്മിലുണ്ടോ? മുസ്ലിം രാജ്യങ്ങളുടെ താവളങ്ങളല്ലേ മറ്റു മുസ്ലിം രാജ്യങ്ങൾ ആക്രമിക്കാൻ വേണ്ടി ഒരുക്കി കൊടുക്കുന്നത്? അതുകൊണ്ട് തന്നെ നിർബന്ധിതാവസ്ഥയിൽ ആ മുസ്ലിം രാജ്യങ്ങളുടെ താവളങ്ങളിലേക്ക് തന്നെയല്ലേ മിസൈലുകൾ വിടേണ്ടി വരുന്നത്? ഇവിടെ പക വർദ്ധിക്കുകയല്ലേ? തങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയ നായകനെ കൊന്നവന് സഹായം ചെയ്തു കൊടുത്തവര് മുസ്ലിങ്ങളും കൂടിയാണെന്ന് പറയുമ്പോൾ ഈ ഷിയ സുന്നി പക അത് വർദ്ധിക്കുകയല്ലേ? ഇപ്പോഴും നമ്മുടെ നാട്ടിലാകെ പേനയുന്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ? ആ നല്ലൊരു മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആശയം എന്താകട്ടെ, ഷീ ആശയത്തോട് എനിക്ക് യോജിപ്പില്ല, പക്ഷേ എന്താശയങ്ങളാവട്ടെ അദ്ദേഹം മുസ്ലിമാണല്ലോ. ലോക മുസ്ലിമീങ്ങൾ പണ്ഡിതന്മാർ അംഗീകരിച്ചിരിക്കുന്നു ഷിയ വിഭാഗം മുസ്ലിമീങ്ങളാണ്. മുസ്ലിങ്ങൾ രണ്ടു കൂട്ടരാണ്. ഒന്ന് സുന്നി വിഭാഗം വേൾഡ് തലത്തിൽ, മറ്റൊന്ന് ഷിയ വിഭാഗം. മുസ്ലിമായിട്ട് അംഗീകരിക്കപ്പെട്ട ഇന്ന് ചില ഇസങ്ങളുടെ തീവ്രത മസ്തിഷ്കത്തിന് ബാധിച്ചവർ അദ്ദേഹത്തിന് കാഫിറാക്കുകയാണ്. അങ്ങനെ വേണമെന്ന് പറയാണ്. ചിലപ്പോഴൊക്കെ പറയാൻ വിചാരിച്ചു പോകും മുസ്ലിം സമുദായത്തിലെ സയനിസ്റ്റുകളാണോ ഇവരെന്ന് തോന്നിപ്പോവുകയാണ്. അത്രക്കും ഇസങ്ങൾ തലക്ക് ബാധിച്ചുകൊണ്ട് അദ്ദേഹം ഷിയാണ്, കാഫിറാണ് അടച്ചാക്ഷേപിച്ചുകൊണ്ട് വളരെ മോശമായിട്ട് ചിത്രീകരിക്കാം. പ്രിയമുള്ളവരെ, ഈ ഭിന്നത ഉണ്ടല്ലോ, ഈ കേരളത്തിൽ അടക്കമുള്ള ഈ ഭിന്നതയുടെ ഈ കാഴ്ചപ്പാടുണ്ടല്ലോ, ഈ കാഴ്ചപ്പാടാണ് മുസ്ലിം ഉമ്മത്തിന്റെ അധപ്പതനവും പരാജയവും. അതല്ലാതെ മിസൈലുകളല്ല, ബോംബർ വിമാനങ്ങളല്ല, ഒന്നുമല്ല, ശത്രുവിന്റെ വാൾത്തലപ്പുകളല്ല. അതിനെ ആയുധങ്ങൾക്ക് ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല, സാധിച്ചിട്ടില്ല, ചരിത്രത്തിൽ ഒരിക്കലും സാധിക്കില്ല. ആയുധം കൊണ്ട്, ശക്തി കൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട്, ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ ഉമ്മത്തിനെ പരാജയപ്പെടുത്താൻ ശത്രുവിന് ഇന്നലകളിൽ സാധിച്ചിട്ടില്ല, ഇന്നും സാധിക്കുകയില്ല, നാളെയും സാധിക്കില്ല. ഈ ഉമ്മത്ത് തകർന്നത്, രാഷ്ട്രങ്ങൾ തകർന്നത് എല്ലാം ആഭ്യന്തര ഭിന്നതയിലൂടെയാണ്, ആഭ്യന്തര ശൈഥില്യത്തിലൂടെയാണ്. ഇറാഖ് പോയി, സിറിയ പോയി, ലബനാൻ പോയി, എല്ലാം ആഭ്യന്തര സംഘർഷം. ശത്രു അതുകൊണ്ട് തന്നെ മുഖ്യ ലക്ഷ്യം ആഭ്യന്തരമായ സംഘർഷം ഉണ്ടാക്കലാണ്. ഇറാനിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിജയിച്ചാൽ ഇസ്രയേലും അമേരിക്കയും വിജയിക്കും. ആഭ്യന്തര ശൈഥില്യം ഉണ്ടാക്കാനുള്ള സയനിസ്റ്റുകളുടെ ഗൂഢതന്ത്രങ്ങൾ വിജയിച്ചാൽ, ഞാൻ പറയുന്നു വിജയിച്ചാൽ ഇറാൻ പരാജയപ്പെടും, ഇറാൻ തകരും. അതല്ല, എത്ര ബോംബർ വിമാനങ്ങൾ വന്നാലും ശരി, എത്ര ആക്രമണം ഉണ്ടായാലും ശരി, കെട്ടുറപ്പ് ഇറാന്റെ മക്കൾക്കുണ്ട് എങ്കിൽ, ഐക്യമുണ്ട് എങ്കിൽ, ഇറാന് ചരിത്രത്തിൽ ഒരിക്കലും പരാജയപ്പെടുത്താൻ ഒരു ലോകവംശത്തിനും സാധിക്കുകയില്ല. ചുരുക്കി പറഞ്ഞാൽ നമ്മെ തകർക്കുന്നത് നമ്മൾ തന്നെയാണ്, ബാഹ്യശത്രുവല്ല. ബാഹ്യശത്രുവിന്റെ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കെൽപ്പുണ്ട്, കരുത്തുണ്ട്, ചങ്കൂറ്റമുണ്ട്, ആർജവമുണ്ട്. പക്ഷേ ആഭ്യന്തര ശൈഥില്യത്തിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയോ? ആഭ്യന്തര ശൈഥില്യം വന്നു കഴിഞ്ഞാൽ, ഭിന്നത വന്നു കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് തകരും, എല്ലാ രാഷ്ട്രങ്ങളും തകരും, നിസ്സംശയം തകരും, നിസ്സംശയം തകരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധ ഖുർആനോ നിങ്ങൾ ശത്രു യുദ്ധം ചെയ്ത് നിങ്ങൾ തകർക്കുന്നു പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഭിന്നിക്കരുത്, ഭിന്നിച്ചാൽ നിങ്ങൾ ഭീരുക്കളാകും, നിങ്ങൾ തകരും, തകർന്നടിയും എന്ന് പരിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. ഭിന്നതയാണ് തകർക്കുക, യുദ്ധങ്ങളല്ല, ശത്രുവിന്റെ ആക്രമണങ്ങളല്ല. ഇനി ഇറാനിലും സംഭവിക്കാൻ പോകുന്നത് തന്നെയാണ്, പ്രവചനമല്ല, നിരീക്ഷണമാണ്. ആഭ്യന്തര ശൈഥില്യം അവിടെ വന്നു കഴിഞ്ഞാൽ ഇറാൻ തകരും, അല്ലാതെ ആക്രമണങ്ങൾ കൊണ്ട് ഇറാനെ തകർക്കാൻ കഴിയില്ല. ഷഹാദത്തിലൂടെ അവർ പിടിച്ചു നിൽക്കും. അതുകൊണ്ട് സുന്നി ഷിയ വിഭജനമുണ്ടാക്കി
അതിലൂടെ ഒരുതരം എന്താ പറയാ ആത്മസുഖം അല്ലെങ്കിൽ ആത്മരതി കണ്ടെത്തുന്നത് ഇസ്ലാമികമല്ല, അത് മുസ്ലിം ഉമ്മത്തിനെ തകർക്കുന്നതിന് തുല്യമാണ് എന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്.